പ്രശസ്തമായ മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പ്രതീകമായ ഭീമാപള്ളി ദർഗാ ഷെരീഫിൻ്റെ ഉറൂസ് മഹാമകം ഈ വരുന്ന 22-ാം തീയതി ആരംഭിക്കുകയാണ്. 22 മുതൽ അടുത്ത മാസം 2-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഉറൂസ് ആഘോഷ പരിപാടി ഉണ്ടാവും. വളരെ പ്രശസ്തമായ ഭീമാപള്ളിയിൽ പൊതുവരുമാനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും അതുപോലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തൽ പള്ളിയുടെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ജബ്ബാർ സാഹിബ്, പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി യൂസഫ് തുടങ്ങിയ സുഹൃത്തുക്കളാണ് മതസൗഹാർദ്ദത്തിന് വേണ്ടി ഈ പത്രസമ്മേളനം നടത്തിയത്. പ്രധാനമായും നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭീമാപള്ളി ദർഗാ ഷെരീഫിൻ്റെ കീഴിൽ ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വന്നു പോകും. ഉറൂസ് മഹാമകം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് വലിയ ജനക്കൂട്ടമായി 10,000-കണക്കിന് ആളുകൾ വലിയ ജനക്കൂട്ടമായി വന്നു പോകാറുണ്ട്. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് ഉറൂസ് നടക്കുന്നത്. ഭീമാപള്ളി എന്ന് കേൾക്കുമ്പോൾ ഒരു മുസ്ലിം പ്രദേശം എന്ന് തോന്നാറുണ്ടെങ്കിലും ദിവസേന വന്നു പോകുന്നവർ മതത്തിനും വിശ്വാസത്തിനും അതീതമായി മതസൗഹാർദ്ദത്തിൽ ഊന്നൽ ഉറപ്പിച്ച് എല്ലാ മതവിശ്വാസികളും വന്നു പോകാറുണ്ട്. ആ പരിപാടിയിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കലാണ്. ഭീമാപള്ളി ഉറൂസ് മഹാമകം നവംബർ 22 മുതൽ. വിപുലമായ ഒരുക്കങ്ങൾ. തെക്കൻ തിരുവിതാംകൂറിലെ മതേതരത്വത്തിന് പ്രശസ്തി ആർജിച്ചതും പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നുമായ ഭീമാപള്ളി ദർഗാ ഷെരീഫിലെ ഈ വർഷത്തെ ഉറൂസ് മഹാമകം നവംബർ 22 തുടങ്ങി ഡിസംബർ 2 അതിരാവിലെ അവസാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 22-ാം തീയതി രാവിലെ 11 മണിക്ക് ഇൻഡോ സരസൻ വാസ്തുകലയുടെ പ്രതീകമായ അമ്പരചുംബികളായ മിനാരങ്ങളിലേക്ക് ഭീമാപള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എസ് അബ്ദുൾ ജബ്ബാർ, വൈസ് പ്രസിഡന്റ് ഹലീൽ റഹ്മാൻ എന്നിവർ ചേർന്ന് പതാക ഉയർത്തുന്നതോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് പരിപാടികൾക്ക് തുടക്കം കുറിക്കും. ഈ വർഷത്തെ ഉറൂസിന്റെ ആദ്യ ദിവസം കൂട്ടപ്രാർത്ഥനയ്ക്ക് ഭീമാപള്ളി ചീഫ് ഇമാം അൽ ഹാഫിസ് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി നേതൃത്വം നൽകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് പരിപാടികളിൽ കേരളത്തിലെ അറിയപ്പെടുന്ന മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പ്രഭാഷണങ്ങൾ ഉണ്ടായിരിക്കും. ഉറൂസിന്റെ അവസാന ദിവസം ലോകത്തിന്റെ സമാധാനത്തിനും സർവ്വമത ഐശ്വര്യത്തിനും വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഡോക്ടർ സയ്യിദ് ഷിഹാബുദ്ദീൻ അഹദൽ മുത്തന്നൂർ തങ്ങൾ നേതൃത്വം നൽകും. ഡിസംബർ 2 രാവിലെ 6 മണിക്ക് അന്നദാനത്തോടുകൂടി ഈ വർഷത്തെ ഉറൂസ് സമാപിക്കുമെന്ന് പ്രസിഡന്റ് എസ് അബ്ദുൾ ജബ്ബാർ, ജനറൽ സെക്രട്ടറി PM മുഹമ്മദ് യൂസഫ്, ട്രഷറർ എസ് അഹമ്മദ് കബീർ, സെക്രട്ടറി കെ ഷാജഹാൻ, ജോയിന്റ് സെക്രട്ടറി EM നസർ, വാർഡ് കൗൺസിലർ ജെ സുധീർ, മുൻ പ്രസിഡന്റ് ഭീമാപള്ളി റഷീദ്, മുൻ ജനറൽ സെക്രട്ടറി ടി ബഷീർ എന്നിവർ അറിയിച്ചു. ഈ വരുന്ന 22-ാം തീയതി ഉറൂസ് മഹാമകം ആരംഭിക്കുകയാണ്. ഭീമാപള്ളി മുസ്ലിം ജമാഅത്ത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മഹല്ലാണ്. ആ മഹലിൽ ഒരു ഉറൂസ് മഹാമഹം എന്ന് പറയുന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതെല്ലാവരും നാനാ ജാതി മതസ്ഥർ വന്നു ചേരുന്ന പുണ്യ കേന്ദ്രം. ഞങ്ങൾ എന്നും ഈ നാട്ടുകാരും എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട്, ഇന്നവർ എന്നൊന്നും അല്ലാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഉറൂസ് മഹാമഹം വലിയ ഭംഗിയായി നടത്തിക്കൊണ്ട് പോരാറുണ്ട്. ഈ വർഷം അതേപോലെ നല്ല ഭംഗിയായി നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ഈ കമ്മിറ്റിയുടെയും ഭീമാപള്ളി മഹലിൻ്റെയും എല്ലാവരുടെയും ആഗ്രഹം. ഒരു വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഉറൂസ് ഈ മാസവും ഈ പ്രാവശ്യവും ഞങ്ങൾ വളരെ ഭംഗിയായി നടത്താനുള്ള അറേഞ്ച്മെൻറ്റുകൾ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരികയാണ്. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു നാടാണ് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ പ്രദേശം. ആ പ്രദേശത്ത് എപ്പോഴും മതസൗഹാർദ്ദത്തിന് മാത്രം മുന്നോട്ട് നിൽക്കുന്ന ഒരു ജാതി ഒരു മതം എന്നുള്ള ആ തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ പള്ളിയിൽ ദിവസേന വരുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർ അതിന് സാക്ഷികളാണ്. അവിടെ ഞങ്ങളെല്ലാവരും ഹാർദവമായി വരുന്നവരെ സ്വാഗതം ചെയ്യുന്നതാണ് നമ്മുടെ പതിവ്. അപ്പോൾ ഈ ഉറൂസ് സന്ദർഭങ്ങളിൽ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകണമെന്ന് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പള്ളി ദർഗാ ഷെരീഫിലെ വാർഷിക ഉറൂസ് മഹോത്സവം നവംബർ 22 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കുകയാണ്.
ഏതാണ്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് മഹത്തിൻ്റെ വിവിധ പരിപാടികളോടുകൂടി ഡിസംബർ 2-ാം തീയതി രാവിലെ സമ്മേളനം സമാപിക്കും. ഇവിടെ പറഞ്ഞതുപോലെ, ഇവിടെ പ്രതിപാദിച്ചതുപോലെ ആർത്തരും ആലംബഹീനരുമായ അവശത അനുഭവിക്കുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്ക് അവർക്ക് അനുഗ്രഹമരുളുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവിടെ ഭീമാപള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഭീമാ ബീവിയും മകൻ മാഹിൻ അബൂബക്കർ റളിയല്ലാഹുവും ബഹുമാനപ്പെട്ട ബാവ കല്ലടി മസ്താനും തങ്ങളവറുകളും അന്ത്യവിശ്രമം കൊള്ളുന്ന ഭീമാപള്ളിയിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങളും ഒരുപോലെ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് ഒത്തുകൂടി മതസൗഹാർദ്ദം പങ്കിടുന്ന ഒരു വലിയ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനമാണ് തെക്കേ ഇന്ത്യയിലെ തലസ്ഥാന നഗരിയിലെ തിരുവനന്തപുരം നഗരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഭീമാപള്ളി. അവിടുത്തെ ഉറൂസ് മഹാവേളയിൽ എല്ലാവരെയും ആത്മാർത്ഥമായി പങ്കെടുക്കുവാൻ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഉറൂസ് ആശംസകൾ.